ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോസ് നമുക്കൊരു മുട്ടൻ പണി കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലത്ത് കമ്പ്യൂട്ടറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇന്നൊക്കെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഇൻട്രോ ഡിസൈൻ ചെയ്യണമെന്നൊരു തോന്നൽ വന്നു. അപ്പം ഇൻട്രോ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മളൊരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്കൊരു അഡോബ് പ്രീമിയറിൻ്റെ CC Pro ഡൗൺലോഡ് ചെയ്യാൻ പോയതാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറിയ വെബ്സൈറ്റ് വഴി നമ്മുടെ സിസ്റ്റത്തിലേക്ക് വൈറസ് ഫോം ചെയ്തു. വൈറസ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ അപകടകരമായ വൈറസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയറുകൾ നമ്മളിങ്ങനെ എടുത്തിട്ട് കാട്ടിത്തരാം, നമുക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. വേണ്ട, ഇതൊക്കെ നമ്മുടെ സോഫ്റ്റ്വെയറുകളാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഈ സോഫ്റ്റ്വെയറുകളൊക്കെ വൈറസ് പിടിച്ചിട്ട് ഒന്നും വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി. അങ്ങനെ ഫുള്ളും വൈറസ് പിടിച്ചിട്ട് ഇപ്പം നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറുകളൊക്കെ അവിടെ കിടക്കണോ കണ്ട, ഒക്കെ വൈറസ് പിടിച്ചു. ഒരെണ്ണം ഇല്ലാണ്ട് ഫുള്ളും വൈറസ് പിടിച്ചു. അതിന് നമുക്ക് കാലത്ത് തന്നെ കിട്ടിയ മുട്ടൻ പണി. നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ള തമ്പനകളും എല്ലാം നമ്മൾ എഡിറ്റ് ചെയ്ത് കിട്ടണം. നമ്മുടെ എല്ലാ സോഫ്റ്റ്വെയറുകളെയും വൈറസ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ സോഫ്റ്റ്വെയറിലൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കയറുമ്പം പ്രത്യേകിച്ച് സൂക്ഷിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റകൾ വരെ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ നമുക്ക് ഡാറ്റകളൊന്നും നഷ്ടപ്പെട്ടില്ല, പക്ഷെ നമ്മൾ എടുത്ത പണികളൊക്കെ വേസ്റ്റായിപ്പോയി. ഇപ്പോൾ നമുക്ക് വൈറസ് എവിടെ വർക്ക് ചെയ്യണമെന്ന് കാണിക്കാൻ പറ്റും. നമുക്ക് ടാസ്ക് മാനേജറിൽ പോവാം. ടാസ്ക് മാനേജറിൽ പോയി കഴിഞ്ഞാൽ ടാസ്ക് മാനേജറിൻ്റെ വിൻഡോ ഇങ്ങനെ ഓണായി വരും. അതിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, കണ്ട ഒരു പേരും അഡ്രസ്സും ഇല്ലാത്ത രീതിയിൽ കണ്ട ഒരു സെറ്റിങ്സിൻ്റെ ഐക്കണായിട്ട് കണ്ട 40% CPU വർക്ക് ചെയ്യുന്നുണ്ട്, 59% റാമിനും വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ട വെറുതെ വർക്ക് ചെയ്യുന്നു. കണ്ട ഇതാണ് വൈറസുകൾ കേട്ടോ. ഇതൊക്കെ നമ്മൾ ഓരോ വെബ്സൈറ്റുകളിൽ കയറുമ്പോൾ കിട്ടുന്ന വൈറസുകളാണ്. കണ്ട ഓരോ വൈറസുകൾ വർക്ക് ചെയ്യണം. നമ്മൾ പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ കാണാം. കണ്ട 12% റാമിനെ വർക്ക് ചെയ്യുന്നത്, 9% കണ്ട 5% റാം വർക്ക് ചെയ്യുന്നത്. വെറുതെ നോർമലായിട്ട് ഒരു സിസ്റ്റം പോലും വർക്ക് ചെയ്യാത്ത രീതിയിൽ വെറുതെ വർക്ക് ചെയ്യാണ്. കണ്ട നമ്മളെ ഇൻ്റർനെറ്റ് കണ്ട വെറുതെ വർക്ക് ചെയ്യാണ്. അപ്ലോഡിങ് ഡൗൺലോഡിങ് വെറുതെ നടക്കുകയാണ്. പക്ഷെ നമ്മളൊരു സിസ്റ്റം പോലും ഇവിടെ ഓണല്ല. കണ്ട ഒരു ആപ്ലിക്കേഷൻസ് പോലെ ഓണല്ല. കണ്ട CPU വർക്ക് ചെയ്യുന്നുണ്ട്. ഹൈ ഇതിലാണ് ഡയഗ്രാം ചെയ്യുന്നത്. കണ്ട റാമിൻ്റെ 100-99% വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, 50% വർക്ക് ചെയ്തുകൊണ്ടിരിക്കട്ട. ഫ്രീ പേസ് 5 GB ഉള്ളൂ. അതാണ് ഇപ്പോൾ ഈ വൈറസിൻ്റെ ഓരോ പ്രശ്നങ്ങൾ. പല വൈറസുകളും പല രീതിയിലാണ് വർക്ക് ചെയ്യിക്കുക. ഇതിപ്പോൾ ഇത്തിരി അപകടകരമായ വൈറസാണ്. കണ്ട നമ്മുടെ സിസ്റ്റത്തിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. പല ആപ്ലിക്കേഷൻസും ഇങ്ങനെ വെറുതെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഹിസ്റ്ററി എടുത്ത് നോക്കി കാണാം, വെറുതെ വർക്ക് ചെയ്യണം. എന്നുവെച്ചാൽ വെറുതെ ഓപ്പണാക്കി വൈറസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ട നമ്മളിപ്പോൾ എൻ്റെ ടാസ്ക് അടിച്ച് കളഞ്ഞാലും അതവിടെ വരും കുറച്ച് കഴിയുമ്പോൾ, അതിൻ്റെ അടിയിൽ വേറെ പേരിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വൈറസ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് പെർഫോമൻസ് ആണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്റിങ് സോഫ്റ്റ്വെയർ ഒക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അത് ഹൈ ലോഡായി വർക്ക് ആവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറസ് പിടിച്ചിട്ട് ഹൈ ലോഡാക്കി വർക്ക് ചെയ്യിക്കണം. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇപ്പോൾ പാക വൈറസ് കയറി നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങനത്തെ വൈറസുകൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അപകടകരമായ രീതിയിൽ അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒന്നിങ്ങനെ വോയിസ് മാറാം, അല്ലാതെ ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ ഇനി വിൻഡോസ് 10 രണ്ടാമത് റീപ്രോഗ്രാം ചെയ്യണം. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസം ചെയ്ത വർക്കുകളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ഡാറ്റ നമ്മൾ വേറെ സ്ഥലത്തേക്ക് എടുത്ത് വെക്കണം. ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം പോയി. കണ്ട ഒന്നും വർക്കാവില്ല. കണ്ട ആപ്ലിക്കേഷൻസ് ഇല്ല എന്നാണ് പറഞ്ഞത്, കാണാത്ത രീതിയിലേ. അപ്പം നമ്മൾ പരമാവധി ആളുകൾ ഓരോ സോഫ്റ്റ്വെയറുകൾ ഓരോ സൈറ്റുകൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ ആളുകൾ ആരാന്ന് വെച്ചാൽ അത് ജെന്യൂനാണോ, അല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. ശരിക്കും പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന പോലെ 8ൻ്റെ പണി കിട്ടും. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയറിലൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നോക്കിയും കണ്ട് ഡൗൺലോഡ് ചെയ്യണം. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഡാറ്റ മൊത്തമായി നഷ്ടപ്പെടാൻ വരെ സാധ്യത. നമ്മുടെ സിയിൽ ഉള്ള ഡാറ്റയും നമ്മൾ DF എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാർട്ടിഷൻ ചെയ്തിട്ടുള്ള ഡാറ്റകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ പരമാവധി ആളുകൾ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻസോ സോഫ്റ്റ്വെയറുകളോ വെബ്സൈറ്റുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ പോയി മാത്രം ഡൗൺലോഡ് ചെയ്യുക. ഇല്ലെങ്കിൽ അതുള്ള പ്രശ്നം ഇതാണ്, നമ്മൾ അത്രയും നോക്കിയിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ചില ഫയലുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ തൊട്ടാൽ മതി, നമ്മൾ വെറുതെ മൗസ് നമ്മൾ കൊണ്ടുവച്ചാൽ പോലും ആ വൈറസ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് മാനേജറിൽ അത് വർക്ക് ചെയ്യുന്ന അടിപൊളിയായിട്ട് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ സിസ്റ്റം പെട്ടെന്നൊരു മാറ്റം വരും. നമ്മൾ ഇപ്പോൾ നോർമലായിട്ട് നമ്മൾ നല്ല ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റം, നല്ല രീതിയിൽ റാമും
നല്ല പ്രൊസസ്സറും ഗ്രാഫിക്സ് കാർഡും ഇൻ്റർനെറ്റൊക്കെ ഉള്ള സിസ്റ്റം പെട്ടെന്ന് സ്ലോ ആവാം. നമ്മളിപ്പോൾ ഗൂഗിൾ ക്രോമൊക്കെ വർക്ക് ആവാതിരിക്കുക, ഗൂഗിൾ ക്രോം ലോഡ് ആവാതിരിക്കുക. ഗൂഗിൾ ക്രോമൊക്കെ ഹൈ ലോഡിൽ വർക്ക് വെറും ഗൂഗിൾ ക്രോം 1% വർക്ക് ചെയ്യുള്ളൂ. ആ ഗൂഗിൾ ക്രോം ചിലപ്പോൾ 100% വർക്ക് ചെയ്യിക്കുക. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ പ്രൊസസ്സർ. ഇപ്പം നമ്മൾ നോർമലി നമ്മുടെ ഇപ്പോൾ സിസ്റ്റത്തിൽ ടാസ്ക് മാനേജർ ഓണാണ്. നമ്മുടെ സിസ്റ്റം വെറുതെ നോക്കിയാൽ കാണാം. വെറുതെ നോർമലി ഒരു മെമ്മറി വർക്ക് ചെയ്യുന്നത് 5 GB ആണ് വർക്ക് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ 5 GB ടോപ്പ് വരാൻ നമ്മൾ ഇപ്പോൾ ഹൈ ലോഡ് ഗെയിമുകൾ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ 5 GB യൂസ് ചെയ്യുള്ളൂ. ബാക്കി നമ്മുടെ GPU ആണ് ലോഡ് ചെയ്യുക. GPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക്സ് കാർഡ് ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ മെമ്മറി ലോഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ വെറുതെ 100% ആണ് CPU ഒക്കെ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ വൈറസ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഇങ്ങനെ ഓരോ ഫയലുകൾ ഇങ്ങനെ ഓപ്പണാക്കി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് ഇതിന് പ്രതിവിധി എന്ന് പറയാനായിട്ട് നമുക്ക് ഇനി വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യണം. വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ പഴയ സോഫ്റ്റ്വെയറൊക്കെ ഒന്നിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഗെയിമുകളൊക്കെ ഒന്നിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് പഴയ രീതിയിലേക്ക് എത്തിക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡെസ്ക്ടോപ്പ് ആയാലും ലാപ്ടോപ്പ് ആയാലും ഉപയോഗിക്കുന്ന ആളുകൾ ഇതേപോലുള്ള സോഫ്റ്റ്വെയറുകൾ ഇങ്ങനത്തെ കെണികളിലൊന്നും വീഴാതിരിക്കുക. ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒന്നിങ്ങനെ ജെന്യൂൻ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ കയറി ഡൗൺലോഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. അങ്ങനെയുള്ള നോക്കുക. ഇല്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ ഇതാണ്. ഇങ്ങനെ നമ്മളെ കഷ്ടപ്പാടുകളും നമ്മുടെ സോഫ്റ്റ്വെയറുകളൊക്കെ പോകും. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള 8ൻ്റെ പണിയാണ്. നമ്മളിനിപ്പോൾ സോഫ്റ്റ്വെയർ രണ്ടാമത് റീഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.